മുണ്ടക്കയത്ത് നിന്നും 1.5 മാസം മുമ്പ് കാണാതായ എസ്റ്റേറ്റ് ജീവനക്കാരൻ വണ്ടൻപതാൾ തട്ടാശ്ശേരിയിൽ അരവിന്ദാക്ഷന്റെ മൃതദേഹം വിജനമായ എസ്റ്റേറ്റിലെ ചാണകക്കുഴിയിൽ നിന്നും കണ്ടെത്തി. വാക്കുതർക്കത്തെ തുടർന്ന് സഹജീവനക്കാരനായ വരവുകാലായിൽ മാത്യു വർക്കിയാണ് അരവിന്ദിനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയതെന്ന് ദൃക്സാക്ഷിയായ മുണ്ടക്കയം സ്വദേശി സൈമൺ വെളിപ്പെടുത്തിയതോടെയാണ് സംഭവം പുറം ലോകമറിഞ്ഞത്. തുടർന്നാണ് എസ്റ്റേറ്റിലെ ഷെഡിന് സമീപമുള്ള ചാണകക്കുഴിയിൽ നിന്നും മൃതദേഹാവശിഷ്ടങ്ങൾ പോലീസ് പുറത്തെടുത്തത്. കഴിഞ്ഞ ജൂലൈ 17-നാണ് അരവിന്ദാക്ഷനെ കാണാതായത്. തോട്ടത്തിലേക്ക് പോയ അരവിന്ദാക്ഷൻ തിരികെ എത്താത്തതിനെ തുടർന്ന് ഭാര്യയും മക്കളും പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ പിടിയിലായ പ്രതിയെ സഹിതം മുൻപും പോലീസ് ചോദ്യം ചെയ്തിരുന്നെങ്കിലും ഒരു വിവരവും ലഭ്യമായിരുന്നില്ല. തുടർന്ന് അരവിന്ദിന്റെ ബന്ധുക്കൾ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകി. ഇതിനിടെ അരവിന്ദിനെ അന്വേഷിച്ച് ബന്ധുക്കൾ തോട്ടത്തിൽ പരിശോധനയും നടത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിൽ ദൃക്സാക്ഷിയായ സൈമൺ രഹസ്യം സൂക്ഷിക്കാനാകാതെ ബന്ധുക്കളോട് വിവരം പറയുകയായിരുന്നു. ഇവർ പോലീസിൽ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മാത്യുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. സംഭവ ദിവസത്തോടെ അരവിന്ദനും മാത്യുവും തമ്മിൽ എസ്റ്റേറ്റിൽ വെച്ച് വാക്കുതർക്കമുണ്ടായി. തുടർന്ന് ഷെഡിനുള്ളിലെത്തിയപ്പോൾ മദ്യലഹരിയിലായിരുന്ന മാത്യു അരവിന്ദിനെ മർദ്ദിച്ചു നിലത്തിടുകയും തൂമ്പാക്കൈ ഉപയോഗിച്ച് തലക്കടിക്കുകയുമായിരുന്നു. സൈമൺ തടയാനെത്തിയെങ്കിലും കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെ മാറി നിൽക്കുകയായിരുന്നുവെന്നാണ് മൊഴി നൽകിയത്. മരണം ഉറപ്പായതോടെ മൃതദേഹം വലിച്ചിഴച്ച് പഴയ ചാണകക്കുഴിയിൽ ഉപേക്ഷിച്ചു. സംഭവം സംബന്ധിച്ച് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്. കാഞ്ഞിരപ്പള്ളി CI ജിജിമോന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. IGS ശ്രീജിത്തും സംഭവസ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ATM-ൽ നിന്ന് പണം നഷ്ടപ്പെട്ടതായി പരാതി. ടെക്നോപാർക്ക് ജീവനക്കാരൻ സാബിൻ ജേക്കബിനാണ് അക്കൗണ്ടിൽ നിന്ന് 10,000 രൂപ നഷ്ടമായത്. തിരുവനന്തപുരം ബ്യൂറോയുടെ റിപ്പോർട്ട്. 10,000 രൂപ പിൻവലിച്ചതായി മൊബൈൽ ഫോണിലേക്ക് SMS അലേർട്ട് വന്നപ്പോഴാണ് പണം നഷ്ടമായ വിവരം സാബിൻ ജേക്കബിന് മനസ്സിലായത്. 32,000 രൂപയാണ് ICICIയുടെ കവടിയാർ ബ്രാഞ്ചിൽ നിക്ഷേപിച്ചിരുന്നത്. ഇതിൽ നിന്ന് 10,000 രൂപയാണ് ഇപ്പോൾ നഷ്ടമായിട്ടുള്ളത്. ഞാൻ ഉടനെ തന്നെ ടെക്നോപാർക്കിലുള്ള ICICI ബാങ്കിൽ ചെന്ന് അവിടുത്തെ മാനേജർ പറഞ്ഞ് ഞങ്ങൾ നോക്കിയിട്ട് പറയാം, ഒരു 2 മണിക്കൂർ സമയം തരണം എന്ന് പറഞ്ഞു. ഞാൻ 2 മണിക്കൂറായിട്ടും വിവരമൊന്നും കാണാൻ ഞാൻ വീണ്ടും അന്വേഷിച്ച് ചെന്നപ്പം പുള്ളി എന്നോട് പറഞ്ഞ് കഴക്കൂട്ടത്തെ ഏതോ ATM-നാണ് പോയേക്കുന്നതെന്ന് ചോദിച്ചു. പണം നഷ്ടമായതിനെ തുടർന്ന് ടെക്നോപാർക്ക് ജീവനക്കാരനായ സാബിൻ ജേക്കബ് ബാങ്കിലെത്തി അക്കൗണ്ട് മരവിപ്പിച്ചു. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്ന് ബാങ്ക് അധികൃതർ വ്യക്തമാക്കി. സാബിൻ ജേക്കബ് കഴക്കൂട്ടം പോലീസിൽ പരാതിയും നൽകി. കഴിഞ്ഞ ദിവസം കേരള തമിഴ്നാട് അതിർത്തിയിൽ താമസിക്കുന്ന പ്രേമചന്ദ്രൻ എന്നയാൾക്ക് 5,000 രൂപ നഷ്ടമായിരുന്നു. തമിഴ്നാട് മാർത്താണ്ഡത്തുള്ള കനറ ബാങ്കിലായിരുന്നു ഇയാളുടെ അക്കൗണ്ട്. തമിഴ്നാട്ടിൽ വൈദ്യുതി വകുപ്പ് ജീവനക്കാരനാണ് പ്രേമചന്ദ്രൻ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജില്ലാ കളക്ടർക്കെതിരെ കോഴിക്കോട് പീഡനത്തിനിരയായ ബംഗ്ലാദേശി പെൺകുട്ടികൾ. തങ്ങളെ നാട്ടിലെത്തിക്കാൻ ജില്ലാ കളക്ടർ ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് പെൺകുട്ടികൾ. പെൺവാണിഭ സംഘത്തിന്റെ ഇരകളാക്കപ്പെട്ട് കോഴിക്കോട് കഴിയേണ്ടി വന്ന ബംഗ്ലാദേശി പെൺകുട്ടികൾക്ക് സന്നദ്ധ സംഘടനകൾ ചേർന്ന് നൽകിയ യാത്രയയപ്പിലാണ് ജില്ലാ കളക്ടർക്കെതിരെ പെൺകുട്ടികൾ പരാതി ഉന്നയിച്ചത്. 9 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പെൺകുട്ടികൾ ജന്മദേശത്തേക്ക് മടങ്ങിപ്പോകുന്നത്. കേസിന്റെ നൂലാമാലകളിൽപ്പെട്ട് കോഴിക്കോട് വെള്ളിമാട് കുന്നിലെ മഹിളാ മന്ദിരത്തിൽ കഴിഞ്ഞ ഇവർക്ക് സന്നദ്ധ സംഘടനകൾ സഹായത്തിനെത്തിയതോടെയാണ് തിരിച്ചുപോക്കിനുള്ള വഴി തുറന്നത്. എന്നാൽ 9 വർഷം പെൺകുട്ടികൾക്ക് വേണ്ടി നിയമ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ പുനർജനി എന്ന സംഘടനയെയും ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആം ഓഫ് ജോയ് എന്ന സംഘടനയെയും വെള്ളിമാട് കുന്ന് മഹിളാ മന്ദിരത്തിൽ പെൺകുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിച്ച ഔദ്യോഗിക യാത്രയയപ്പിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നു. ഇതിനു പുറമെ തങ്ങളുടെ ഇടപെടൽ വഴിയാണ് പെൺകുട്ടികൾക്ക് നാട്ടിലേക്ക് പോകാൻ വഴിയൊരുങ്ങിയതെന്ന് കാണിച്ച് കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ PRD വഴി വാർത്താക്കുറിപ്പിറക്കിയിരുന്നു. ജില്ലാ കളക്ടറുടേത് തെറ്റായ അവകാശവാദമാണെന്നും മോചനത്തിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന ജില്ലാ കളക്ടറും സബ് ജഡ്ജും തങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെന്നും പെൺകുട്ടികൾ പറഞ്ഞു. ഈ കളക്ടർ സാർ പുതിയതായിട്ട് വരുമ്പോൾ ഉണ്ടായിരുന്നു, എല്ലാവരും പറഞ്ഞ സാർ എല്ലാവർക്കും സഹായിക്കുന്നു. പക്ഷേ ഞങ്ങൾ അത് വിചാരിച്ചാൽ ഒരു ദൈവം ഞങ്ങളുടെ മുന്നിൽ വന്നത്. പക്ഷേ ആ സാറിന് ഒരുപാട് കത്തും കൊടുത്ത് ഞങ്ങൾ നേരിട്ട് സംശയിച്ചു. കാൽ പിടിച്ച് കരഞ്ഞിട്ട് പോലും സാറിൻ്റെ ഭാഗത്തുനിന്നൊന്നും ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞു എല്ലാം.
ഇനി ഒന്നും ഉണ്ടാവില്ലാണ്. സന്നദ്ധ സംഘടനകളുടെ ഹർജിയിൽ ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് പെൺകുട്ടികൾ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മയക്കുമരുന്ന് കേസുകളുടെ കാര്യത്തിൽ കൊച്ചിക്ക് രാജ്യത്ത് 2ാം സ്ഥാനമെന്ന് കണക്കുകൾ. ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ റോഡപകടങ്ങൾ നടക്കുന്ന സംസ്ഥാനമെന്ന കുപ്രസിദ്ധിക്ക് പുറമെ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്ഥലം എന്ന ചീത്തപ്പേരും കേരളത്തിന് സ്വന്തമാവുകയാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം 2015 രാജ്യത്ത് ഏറ്റവും കൂടുതൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട നഗരങ്ങളിൽ 2ാം സ്ഥാനമാണ് കൊച്ചിക്ക്. NDPS ആക്ട് പ്രകാരമുള്ള കേസുകളാണ് ഇവയെല്ലാം. 654 NDPS കേസുകളാണ് കൊച്ചിയിൽ 2015 റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 18,628 കേസുകളുമായി മുംബൈയാണ് 1ാം സ്ഥാനത്ത്. 442 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട തിരുവനന്തപുരത്തിന് ഇക്കാര്യത്തിൽ 5ാം സ്ഥാനമാണ്. ആനുപാതിക കണക്കുകൾ അനുസരിച്ച് കൊച്ചിയിൽ 1,30,000 പേർ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകളിൽ പെടുമ്പോൾ തിരുവനന്തപുരത്ത് ഇത് 1,26,000 പേരാണ്. ബാർ നിരോധനം ഉൾപ്പെടെയുള്ള മദ്യനയത്തിലെ മാറ്റമാണ് മയക്കുമരുന്ന് കേസുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നതിന് ഇടയാക്കുന്നതെന്നാണ് പോലീസ് ഭാഷ്യം. 90% കേസുകളും കഞ്ചാവുമായി ബന്ധപ്പെട്ടതാണെന്നും പോലീസ് പറയുന്നു. ഒരു ദിവസം ശരാശരി 1.9 കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. 2011 കേവലം 109 കേസുകൾ ഉണ്ടായിരുന്നിടത്താണ് 2015 കേസുകളുടെ എണ്ണം 6 ഇരട്ടിയായി വർദ്ധിച്ചത്. ന്യൂസ് ഡെസ്ക്. ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന നഗരങ്ങളുടെ പട്ടികയിൽ കൊല്ലം 1ാമത്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിട്ട പുതിയ കണക്കുകളിലാണ് ഞെട്ടിക്കുന്ന വിവരം. ഡൽഹിയാണ് പട്ടികയിൽ 2ാമത്. കാണാം. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിട്ട 2014-15 കണക്കുകൾ പ്രകാരമാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സിറ്റികളിൽ ഒന്നായി കൊല്ലം മാറിയത്. 10 ലക്ഷമോ അതിലധികമോ ജനസംഖ്യയുള്ള ഇന്ത്യയിലെ 53 നഗരങ്ങളിൽ നിന്നുള്ള പട്ടികയിലാണ് കൊല്ലത്തെ കുറ്റകൃത്യങ്ങളുടെ തലസ്ഥാനമാക്കി മാറ്റിയത്. തിരുവനന്തപുരം നഗരവും പട്ടികയിൽ മുൻനിരയിൽ തന്നെയുണ്ട്. പട്ടികയിൽ 4ാം സ്ഥാനമാണ് തിരുവനന്തപുരത്തിന്. കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയ പ്രദേശങ്ങളാണ് കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ മറ്റു നഗരങ്ങൾ. പട്ടികയിൽ കൊച്ചിക്ക് 11ാം സ്ഥാനവും കോഴിക്കോടിന് 17ാം സ്ഥാനവും കണ്ണൂരിന് 52ാം സ്ഥാനവുമാണുള്ളത്. 11 ലക്ഷം ജനസംഖ്യയുള്ള കൊല്ലത്ത് 2015 രജിസ്റ്റർ ചെയ്തത് 13,257 കേസുകളാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ കുറ്റകൃത്യങ്ങളുടെ തോത് കണക്കാക്കുന്നത് ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആകെ കുറ്റകൃത്യങ്ങളെ നഗരത്തിലെ മൊത്തം ജനസംഖ്യ കൊണ്ട് ഹരിച്ചാണ്. അതുപ്രകാരം കൊല്ലം നഗരത്തിലെ കുറ്റകൃത്യങ്ങളുടെ തോത് ലക്ഷം പേർക്ക് 1194 കേസ് എന്നതാണ്. അതേസമയം കുറ്റകൃത്യങ്ങളുടെ കണക്കുകളിൽ 2ാം സ്ഥാനത്തുള്ള ഡൽഹിയിൽ 1.63 കോടി ജനസംഖ്യയാണുള്ളത്. ഡൽഹിയിൽ 1,73,947 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഡൽഹിയിലെ തോത് കണക്കാക്കിയാൽ ലക്ഷം പേർക്ക് 1,066 കേസുകളാണുള്ളത്. 3ാം സ്ഥാനം 11 ലക്ഷം ജനസംഖ്യയുള്ള രാജസ്ഥാനിലെ ജോധ്പുരിയാണ്. രാജ്യത്ത് നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ 25.7% ഡൽഹിയിലാണെന്നും ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകളിൽ പറയുന്നു. ഉണ്ടാവുന്ന കുറ്റകൃത്യങ്ങൾ കൃത്യമായി രജിസ്റ്റർ ചെയ്യപ്പെടുന്നതിനാലാണ് ഡൽഹി, മുംബൈ, കൊൽക്കത്ത എന്നീ നഗരങ്ങളെ പിന്തള്ളി കൊല്ലവും തിരുവനന്തപുരവുമൊക്കെ കുറ്റകൃത്യ പട്ടികയിൽ മുന്നിലായത്. വടക്കുകിഴക്ക് ഇന്ത്യൻ സംസ്ഥാനങ്ങളെയും നഗരങ്ങളെയും അപേക്ഷിച്ച് കേരളത്തിൽ ചെറിയ കേസുകൾ പോലും രജിസ്റ്റർ ചെയ്യുന്നതാണ് നിരക്ക് വർദ്ധിക്കാൻ കാരണമെന്നും വാദമുണ്ട്. കുറ്റകൃത്യങ്ങളുടെ കണക്കെടുപ്പിൽ സമരങ്ങളുമായി ബന്ധപ്പെട്ട ലാത്തിചാർജ് സംഭവങ്ങളും രജിസ്റ്റർ ചെയ്യപ്പെടുന്നതിനാൽ കേരളത്തിലെ നഗരത്തിലെ കുറ്റങ്ങളുടെ തോത് വർദ്ധിക്കാൻ ഇടയായി. ന്യൂസ് ഡെസ്ക്. പോലീസ് കേസിനെ തുടർന്ന് ഹരിയാന ഗായിക സപ്ന ചൗധരി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ദില്ലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവർ അപകടനില തരണം ചെയ്തതായി അധികൃതർ പറയുന്നു. സ്വപ്ന പുറത്തിറക്കിയ ഒരു ഗാനത്തിൽ ദളിതരെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശമുണ്ടെന്ന പരാതിയെ തുടർന്നാണ് പോലീസ് കേസെടുത്തിരുന്നത്. പാട്ടിലൂടെ പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരെ അധിക്ഷേപിച്ചെന്ന കേസിൽ പോലീസ് കേസെടുത്ത ഹരിയാനയിലെ പ്രശസ്ത ഗായിക സപ്ന ചൗധരിയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഡൽഹിയിലെ ചൗലയിലുള്ള വസതിയിൽ വിഷമകത്തു ചെന്ന നിലയിൽ കണ്ടെത്തിയ സപ്നയെ ക്ലിഫ്റ്റൺ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. എലിവിഷമാണ് സപ്ന കഴിച്ചിട്ടുള്ളതെന്നും ഗുരുതരാവസ്ഥ തരണം ചെയ്തുവെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. സ്റ്റേജ് ഷോയിൽ അവതരിപ്പിച്ച പാട്ടിലൂടെ ദളിത് വിഭാഗത്തെ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ ഗുഡ്ഗാവ് പോലീസ് സപ്നയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു. സ്വപ്നയുടെ രാഗിണി എന്ന പാട്ടാണ് പ്രത്യേക ദളിത് വിഭാഗത്തെ അധിക്ഷേപിച്ചെന്ന പേരിൽ വിവാദമായത്. എന്നാൽ പാട്ടിലൂടെ ആരെയും അധിക്ഷേപിച്ചിട്ടില്ലെന്നും ഇതേ ഗാനം ഇതിനു മുമ്പ് പ്രശസ്തരായ കലാകാരന്മാർ പാടിയിട്ടുണ്ടെന്നും സ്വപ്ന വ്യക്തമാക്കിയിരുന്നു. പാട്ടിന്റെ വരികളിൽ ഏതെങ്കിലും വിഭാഗത്തെ മോശമായി ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നതായും സ്വപ്ന പറഞ്ഞിരുന്നു.
എന്നാൽ സത്പാൽ തൻവാർ എന്ന വ്യക്തിയുടെ പരാതിയിൽ പോലീസ് SC/ST നിയമപ്രകാരം ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. ഖേദപ്രകടനം നടത്തിയ ശേഷവും സത്പാലിന്റെ നേതൃത്വത്തിൽ ഇവർക്കെതിരെ ഫേസ്ബുക്ക്, വാട്സാപ്പ് തുടങ്ങിയ നവമാധ്യമങ്ങളിലൂടെയും മറ്റും പ്രചരണം തുടർന്നു. സത്പാൽ വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും സ്വപ്നയ്ക്ക് മോശപ്പെട്ട സന്ദേശങ്ങൾ അയച്ചതായും ആക്ഷേപമുയർന്നിട്ടുണ്ട്. ജീവിക്കാൻ വേണ്ടിയാണ് ഗാനരംഗത്ത് വന്നതെന്നും ആരോപണങ്ങളിലൂടെ തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് സത്പാൽ തൻവാർ എന്ന വ്യക്തിയാണെന്നും സ്വപ്ന തന്റെ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 21-കാരിയായ സ്വപ്ന മാതാവിനും സഹോദരനും ഒപ്പമാണ് കഴിഞ്ഞിരുന്നത്. പോലീസ് നടത്തിയ പരിശോധനയിൽ 7 പേജുള്ള ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്. പശു സംരക്ഷണത്തിന്റെ പേരിൽ ആക്രമണം തുടരാൻ ആഹ്വാനം ചെയ്ത് സംഘപരിവാർ രംഗത്ത്. കന്നുകാലി കടത്തുകാരെ തല്ലിക്കോളൂ, പക്ഷേ എല്ലൊടിക്കരുതെന്നാണ് VSPയുടെ പുതിയ ഉപദേശം. VSP ഗോരക്ഷാ വിഭാഗം കേന്ദ്ര കമ്മിറ്റി അംഗം ഖേംചന്ദിന്റേതാണ് വിവാദ പ്രസ്താവന. പശുസംരക്ഷകരുടെ ആക്രമത്തെ അമർച്ച ചെയ്യാൻ സംഘപരിവാറിന് യാതൊരു ഉദ്ദേശവുമില്ലെന്നാണ് പുതിയ പരാമർശങ്ങൾ വ്യക്തമാക്കുന്നത്. പശുസംരക്ഷണത്തിന്റെ പേരിൽ ആക്രമത്തിന് ആഹ്വാനം ചെയ്യുന്ന വിശ്വഹിന്ദു പരിഷത്തിന്റെ പുതിയ പ്രസ്താവന വിവാദമായിരിക്കുകയാണ്. കന്നുകാലി കടത്തുകാരെ തല്ലിക്കോളൂ, പക്ഷേ എല്ലൊടിക്കരുതെന്നാണ് VHPയുടെ പുതിയ ഉപദേശം. ഗോരക്ഷാ സൈന്യത്തിന് മുന്നിൽപ്പെട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് അവർ അറിയണം. അനധികൃത കാലിക്കടത്തിന് ഒരു കള്ളക്കടത്തുകാരനും ധൈര്യമുണ്ടാവരുതെന്നും VSP ഗോരക്ഷാ വിഭാഗം കേന്ദ്ര കമ്മിറ്റി അംഗം ഖേംചന്ദ് പറഞ്ഞു. മേക്ക് ഇൻ ഇന്ത്യയല്ല, പശുസംരക്ഷണമാണ് രാജ്യത്തെ രക്ഷിക്കുകയെന്നും ഖേംചന്ദ് കൂട്ടിച്ചേർത്തു. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ മുതിർന്ന ഗോരക്ഷാ സമിതി അംഗങ്ങളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ഖേംചന്ദ്. പശുസംരക്ഷണ കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടിനോട് തനിക്ക് യോജിപ്പില്ല. എന്നാൽ നിയമം കയ്യിലെടുക്കരുതെന്ന അദ്ദേഹത്തിന്റെ നിലപാട് സ്വീകാര്യമാണ്. അതുകൊണ്ടാണ് കള്ളക്കടത്തുകാരെ അടിച്ചാൽ മാത്രം മതി, എല്ലൊടിക്കരുതെന്ന് താനും പറയുന്നത്. എല്ലൊടിഞ്ഞാൽ പോലീസ് നടപടി നേരിടേണ്ടി വരും. പശുവിനെ കശാപ്പ് ചെയ്തുവെന്നാരോപിച്ച് ഷാംലീലയിൽ ഒരാളെ മർദ്ദിച്ച ബജ്രംഗ് ദൾ നേതാവ് വിവേക് പ്രേമിക്കെതിരെ ദേശീയ സുരക്ഷാ നിയമപ്രകാരം പോലീസ് കേസെടുത്തതും ഖേംചന്ദ് ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്. യിൽ നിന്നും കണ്ണീരിന്റെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. മകളുടെ മൃതദേഹവും മടിയിൽ വെച്ച് രാത്രി മുഴുവൻ ആശുപത്രി മുറ്റത്തിരുന്ന അമ്മയുടെ ദൃശ്യങ്ങൾ വേദനയാകുന്നു. ആംബുലൻസ് ഡ്രൈവർമാർ കനിവ് കാട്ടാതിരുന്നതോടെയാണിത്. ഉത്തർപ്രദേശിലെ മീററ്റിലാണ് സംഭവം. UPയിലെ ബാഗ്പത് ജില്ലയിലെ ഗൗരിപൂർ സ്വദേശിനിയായ ഇമ്രാനയുടെ നിസ്സഹായതയാണ് രാജ്യത്തെ നൊമ്പരപ്പെടുത്തുന്ന പുതിയ കാഴ്ചയാകുന്നത്. പനി പിടിച്ച് ഗുരുതരാവസ്ഥയിലായി മരിച്ച മകളുടെ മൃതദേഹവുമായി ഈ അമ്മയ്ക്ക് ഒരു രാത്രി മുഴുവൻ മീററ്റിലെ ലാലാ ലജ്പത് റായ് മെഡിക്കൽ കോളേജിന്റെ വരാന്തയിൽ ഇരിക്കേണ്ടി വന്നു. കുട്ടിയുടെ മൃതദേഹം കൊണ്ടുപോകാൻ ആംബുലൻസ് ആവശ്യപ്പെട്ട ഇമ്രാനയോട് ജില്ലയ്ക്ക് പുറത്തു പോകാൻ അനുവാദമില്ലെന്നായിരുന്നു ആശുപത്രി അധികൃതരുടെ മറുപടി. അടുത്തുള്ള ജില്ലാ ആശുപത്രിയിൽ നിന്ന് ആംബുലൻസ് കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഒരു സ്വകാര്യ ആംബുലൻസ് വിളിച്ച് അവിടെ എത്തി. കൊടുക്കേണ്ടി വന്നത് കയ്യിലാകെയുണ്ടായിരുന്ന 200 രൂപ. എന്നാൽ ജില്ലാ ആശുപത്രിയിൽ നിന്ന് കിട്ടിയതും ജില്ലയ്ക്ക് പുറത്തുപോകാൻ അനുവാദമില്ലെന്ന മറുപടിയായിരുന്നു. കയ്യിൽ പണമൊന്നും ശേഷിച്ചിട്ടില്ലാത്തതിനാൽ മകളുടെ മൃതദേഹവുമായി പുലർച്ചെ വരെ ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ കാത്തിരുന്നു ഈ അമ്മ. ഒടുവിൽ രാവിലെ ആശുപത്രിയിലെത്തിയ സന്ദർശകർക്ക് ആർക്കോ അലിവ് തോന്നി. അവരേർപ്പെടുത്തിയ ആംബുലൻസിൽ കാത്തിരിപ്പിന്റെ നീണ്ട മണിക്കൂറുകൾക്കൊടുവിൽ മൃതദേഹവുമായി വീട്ടിലേക്ക്. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV. പകർപ്പവകാശ നിയമം അനുസരിച്ച് ഓൺലൈനിൽ സിനിമയുടെ വ്യാജ പതിപ്പ് കാണുന്നത് ശിക്ഷാർഹമായ കുറ്റമായി കാണാനാകില്ലെന്ന് ബോംബെ ഹൈക്കോടതി. വ്യാജൻ കാണുന്നതല്ല കുറ്റം, മറിച്ച് അത് അനുവാദമില്ലാതെ പകർപ്പുണ്ടാക്കുകയും പ്രദർശിപ്പിക്കുകയും വിൽക്കുകയും വാടകയ്ക്ക് നൽകുകയും ചെയ്യുന്നത് കുറ്റകരമാണെന്നും ബോംബെ ഹൈക്കോടതി. അംഗങ്ങളിൽ ബഹുഭൂരിപക്ഷത്തിനും വോട്ടവകാശം നിഷേധിച്ച് സഹകരണ ബാങ്കിന്റെ ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടത്തുന്നതായി പരാതി. ഇത് സംബന്ധിച്ച് കാസർഗോഡ് ജില്ലയിലെ മുഗൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിക്കും റിട്ടേണിംഗ് ഓഫീസർമാർക്കുമെതിരെ അംഗങ്ങൾ സംസ്ഥാന സഹകരണ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകി. 2242 അംഗങ്ങളുള്ള ഈ ബാങ്കിൽ ഇപ്പോൾ വോട്ടവകാശമുള്ളത് 140 പേർക്കും മാത്രമാണ്. 2014 സഹകരണ ചട്ടം 35 ഭേദഗതി പ്രകാരം 2 വർഷം തുടർച്ചയായി ഒരു സഹകരണ സംഘം നൽകുന്ന സേവനം വിനിയോഗിക്കുന്ന വോട്ടർമാർക്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം ലഭിക്കണം. ഈ നിയമമനുസരിച്ച് കാസർഗോഡ് മുഗൂർ സർവീസ് സഹകരണ ബാങ്കിലെ 2400-ലേറെ വരുന്ന വോട്ടർമാരിൽ 2300 പേർക്കും വോട്ടവകാശം ലഭിക്കേണ്ടതുണ്ട്. എന്നാൽ വോട്ടർ പട്ടികയിൽ ഇപ്പോൾ ഉള്ളത് 140 വോട്ടർമാർ മാത്രം. ഇത് സംബന്ധിച്ച പരാതിയിൽ സംസ്ഥാന സഹകരണ ഇലക്ഷൻ കമ്മീഷൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഭൂരിഭാഗം അംഗങ്ങൾക്കും വോട്ടവകാശം നിഷേധിച്ച് നടത്തുന്ന തെരഞ്ഞെടുപ്പ് നിയമവിരുദ്ധമെന്ന നിലപാടിലാണ് വോട്ടർമാർ. 2242 പേര് പ്രാഥമിക വോട്ടർ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു 350 ആളും
അവർക്ക് ആക്റ്റീവ് അല്ലാതെ ഒഴിവാക്കി. ആ ഒഴിവാക്കിയതിലും ആക്റ്റീവായ മെമ്പർമാരുള്ളത് കാരണം ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ട്രൽ ഓഫീസർ പരാതി കൊടുത്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്നിട്ട് പരിശോധന നടത്തുകയും പരിശോധന ഞങ്ങളെ പരാതിക്ക് അടിസ്ഥാനമുണ്ട് ഇലക്ട്രൽ ഓഫീസറും ബോധ്യപ്പെട്ടു. പക്ഷേ ഈ 140 വോട്ട് ലിസ്റ്റ് ഞങ്ങൾ ഇലക്ഷൻ നടത്താൻ ഭരണസമിതി തയ്യാറായെങ്കിൽ ഇലക്ഷൻ്റെ ദിവസം ഞങ്ങൾ ഈ വോട്ട് നഷ്ടപ്പെട്ട മുഴുവൻ ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ സത്യാഗ്രഹിക്കാൻ ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. എന്നാൽ സഹകരണ ചട്ടങ്ങൾ പാലിച്ചു തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നതെന്ന നിലപാടിലാണ് ബാങ്ക് അധികൃതർ. നമുക്ക് യഥാർത്ഥ നീതി നടപ്പാക്കാൻ വേണ്ടി നമ്മൾ വോട്ടർ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. അതിന് മുകളിൽ കംപ്ലയിൻറ്റ് പോയി. ആ കംപ്ലയിൻ്റ് അടിസ്ഥാനം അവർ വന്നിട്ട് അന്വേഷിച്ചു. യഥാർത്ഥ വോട്ടർമാർക്ക് ഇത്ര ആൾക്കാരെ വോട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഇലക്ട്രൽ ഓഫീസ് കാണിച്ചു കൊടുത്തു. ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം ഇലക്ഷൻ കമ്മീഷന്റേതാകും. BJPയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്കാണ് ഇപ്പോൾ മുഗു സഹകരണ ബാങ്കിന്റെ ഭരണം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വയനാട് വന്യജീവി സംഘത്തിന് സമീപത്തെ ദേശീയപാതയോരത്ത് ആശുപത്രി മാലിന്യങ്ങൾ തള്ളിയ സംഭവത്തിൽ 5 പേർ കസ്റ്റഡിയിൽ. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്ന 2 ലോഡ് മാലിന്യമാണ് റോഡരികിൽ ഉപേക്ഷിക്കാൻ ശ്രമമുണ്ടായത്. നാട്ടുകാർ പ്രതിഷേധിച്ചതോടെ മാലിന്യം ഇതേ വാഹനത്തിൽ തന്നെ തിരികെ കയറ്റി. സുൽത്താൻ ബത്തേരി നായ്ക്കട്ടിയിലാണ് ദേശീയപാതയോരത്ത് 2 ലോറികളിലായി കൊണ്ടുവന്ന മാലിന്യങ്ങൾ ഉപേക്ഷിക്കാൻ ശ്രമം നടന്നത്. രണ്ടാമത്തെ ലോറിയിൽ നിന്ന് മാലിന്യമിറക്കാൻ ശ്രമിക്കുന്നതിനിടെ നാട്ടുകാർ ഇത് തടഞ്ഞു. പ്ലാസ്റ്റിക് ചാക്കുകളിൽ നിറച്ച മാലിന്യങ്ങൾ ഒഴിവാക്കിപ്പോയ ആദ്യ വാഹനത്തെ ബത്തേരിക്ക് അടുത്തു വെച്ചാണ് പോലീസ് പിന്തുടർന്നെത്തി പിടിച്ചത്. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വരെ കാരണമായേക്കാവുന്നതാണ് ഉപേക്ഷിക്കപ്പെട്ട മാലിന്യങ്ങൾ. നാട്ടുകാർ പ്രതിഷേധിച്ചതോടെ റോഡരികിലെ മാലിന്യം ഇതേ വാഹനങ്ങളിൽ തന്നെ കയറ്റി. സംഭവവുമായി ബന്ധപ്പെട്ട് 5 പേരെയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. 7 വർഷം വരെ തടവ് ലഭിച്ചേക്കാവുന്ന കുറ്റങ്ങളാണ് ഇവർക്കുമേൽ ചുമത്തിയത്. ന്യൂസ് ബ്യൂറോ, വയനാട്. രാഷ്ട്രീയക്കാരുടെ സ്വത്തുവിവരങ്ങൾ തേടി വിജിലൻസ്. ചില ഉന്നത നേതാക്കളുടെ സ്വത്തുവിവരം ആവശ്യപ്പെട്ട് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് ആദായ നികുതി വകുപ്പിന് കത്ത് നൽകി. സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ നേതാക്കൾക്കുള്ള നിക്ഷേപം സംബന്ധിച്ച വിവരങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ടാണ് കത്ത്. റിപ്പോർട്ടുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാകുന്നു. നമസ്കാരം. UDF സർക്കാരിന്റെ കാലത്ത് നടന്ന അഴിമതിയിലൂടെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചതായി ആക്ഷേപമുയർന്നിരുന്നു. ഇത്തരത്തിൽ ലഭിച്ച പണം സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിലും സഹകരണ ബാങ്കുകളിലും നിക്ഷേപിച്ചതായാണ് വിജിലൻസിന് ലഭിച്ചിരിക്കുന്ന വിവരം. 2 ആഴ്ച മുൻപ് മുത്തൂറ്റ് ഉൾപ്പെടെയുള്ള വൻകിട സ്വകാര്യ സ്ഥാപനങ്ങളിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയിരുന്നു. റെയ്ഡിൽ കണക്കിൽപ്പെടാത്ത ലക്ഷക്കണക്കിന് രൂപയും കിലോ കണക്കിന് സ്വർണവും കണ്ടെത്തി. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് ആദായ നികുതി വകുപ്പിനോട് വിശദാംശങ്ങൾ ചോദിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ വിജിലൻസ് പരിശോധന നടത്തുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.